പ്രിയപ്പെട്ട ദൈവത്തെ മുഖാമുഖം കാണാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. മോശയോട് ദൈവം സ്നേഹിതനോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചു എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് മോശയ്ക്ക് കൃപ കിട്ടിയത് ദൈവമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ? ഇതിന് വിശുദ്ധ ബേസിൽ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അറിയാനുള്ള കൃപ മോശയ്ക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം നീണ്ട ഉപവാസവും പ്രാർത്ഥനയുമാണ് മോശയ്ക്ക് ഈ കൃപ ലഭിക്കാൻ കാരണമെന്നാണ് വിശുദ്ധ ബേസിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് ഉള്ള ചോദ്യം ഇതാണ്: എന്നാൽ ദൈവത്തിൻ്റെ പൂർണ്ണരൂപം കാണാൻ നമുക്ക് സാധിക്കുമോ? വിശുദ്ധ ഗ്രിഗറി ദ തിയോളജൻ ഇതിനെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സത്ത, എസൻസ് നേരിട്ട് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സൂര്യനെ നമ്മൾ നേരിട്ട് നോക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ സത്ത നമുക്ക് മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ടാണ് മോശയെ പാറയുടെ പുറകിലേക്ക് ദൈവം ഒളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. കാരണം ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല മനുഷ്യന്. നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ തിയോളജിക്കലി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നാം കാണുന്ന ദൈവത്തിൻ്റെ പിൻഭാഗം മാത്രമാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതായത് ഈ ലോകത്തിലെ സൃഷ്ടികളിലൂടെയും അടയാളങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ദ പ്രസൻസ് ഓഫ് ഗോഡാണ് അവിടെ വ്യക്തമാക്കുന്നതെന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ തിയോളജിക്കൽ ഡെപ്തിൽ നമ്മൾ പോകുമ്പോൾ എന്താണ് ഈ പാറ? ഈ പാറയെ ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ക്രിസ്തുവായിട്ട് നമുക്ക് ഉപമിക്കാം. അതായത് ദ വേർഡ് വിച്ച് ബിക്കം ഫ്ലെഷ്, അല്ലേ? ക്രിസ്തുവാണ് ആ മറക്. ദൈവത്തിൻ്റെ സത്ത ഒരിക്കലും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം തന്നെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടപ്പോൾ അവൻ്റെ മറകിൽ നിന്നുകൊണ്ട്, അവൻ്റെ പിറകിൽ നിന്നുകൊണ്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ പല വചനങ്ങളും ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന പുത്രനാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയതെന്ന് ഒന്ന്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ മറ്റു വഴികളൊന്നുമില്ല, ആ വഴി ക്രിസ്തു തന്നെയാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നുമൊക്കെ പറഞ്ഞതും നമുക്ക് ഇതുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വചനങ്ങളാണ്. അപ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.